ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഖാതമിൻ നബിയ്യീൻ മുഹമ്മദിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ മരിച്ചുപോയവരെ ഈ ദുനിയാവിൽ വരുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് തീർച്ചയായും വരില്ല എന്നാണ് ഉത്തരം. അത് സമർത്ഥിക്കാനായി ഞാൻ വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും ഇവിടെ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ജാബിർ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം, അദ്ദേഹത്തിൻ്റെ പിതാവിന് റസൂൽ അള്ളാഹു കൊടുത്ത വാഗ്ദാനം, ഇനി ആവശ്യമുള്ളത് ചോദിച്ചോളൂ. അപ്പോൾ അദ്ദേഹം രണ്ടാമത് ദുനിയാവിലേക്ക് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ അള്ളാഹു അതിന് സമ്മതിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ഇവർ ഇവിടെ കൊണ്ടുവന്ന ആയത്ത് അതിലൊന്നാണ് ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു മിഅത ആം ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير എന്ന ആയത്ത് ഇവിടെ അവതരിപ്പിച്ചു. സൂറ ബഖറയിലെ 260-ാമത്തെ ആയത്താണ്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരാളെ അള്ളാഹു 100 വർഷം മരിപ്പിച്ചു പിന്നെ ജീവിപ്പിച്ചു എന്ന്. അങ്ങനെ വാസ്തവത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഒന്നാമതായി അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ പറഞ്ഞ മറ്റായത്തുകളൊക്കെ എന്ത് ചെയ്യും? ഈ ജാബിർ അബ്ദുള്ള റളിയല്ലാഹുവിന്റെ സംഭവം എന്ത് ചെയ്യും? ഇനി സുന്നത്തിലെ സംഭവം പറഞ്ഞ ഒരു ഭാഗത്ത് മാറ്റി നിർത്താൻ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളുണ്ടല്ലോ, ഞാൻ നേരത്തെ ഓതി വിശദീകരിച്ച ആയത്തുകൾ, അവയ്ക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹു പറയാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. സൂറത്ത് നിസാ. നിങ്ങൾ ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ? ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലേ? ഇത് അള്ളാഹു അല്ലാതെ മറ്റൊരാളുടെ ഭാഗത്തു നിന്നായിരുന്നു എങ്കിൽ തീർച്ചയായും അതിലൊരുപാട് ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്ന ആയത്ത് ഓതിക്കൊണ്ട് ഇവിടെ ഭിന്നതകളാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ആയത്ത് അള്ളാഹിൻ്റെ അടുത്ത് വന്നതല്ലേ? ഇങ്ങനെ സംശയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള വിശ്വാസമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. യതദബ്ബറൂൻ, ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇവിടെ ഖുർആനിൽ അങ്ങനെ ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇനി ആയത്ത് കൃത്യമായി ഒന്ന് വായിച്ചു നോക്കുക, ഓതി നോക്കുക, അപ്പോൾ കാര്യം മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നു ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. ഇവിടെ ബനി ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട ഒരു നബി, അതാരോ ആവട്ടെ, പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല, ഹിസ്കിയേൽ അല്ലെങ്കിൽ ഉസൈർ എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹം ബൈത്തുൽ മഖ്ദിസിലൂടെ കടന്നു പോകുന്ന രംഗമാണ് പറയുന്നത്. ബൈത്തുൽ മഖ്ദിസ് ആക്രമിക്കപ്പെട്ട് ആകെക്കൂടെ നാമാവശേഷമാക്കപ്പെട്ട ശേഷം അദ്ദേഹം ആ രംഗം കാണുകയാണ്. അത് നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ കശ്ഫ് രൂപത്തിൽ കാണുന്നതോ ആവാം, ഇവിടെ പരാമർശിച്ചിട്ടില്ല. എന്തോ ആവട്ടെ, അദ്ദേഹം അവസ്ഥ കണ്ടിട്ട് അള്ളാഹുവിനോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും, അള്ളാഹുവെ ഈ അവസ്ഥ എങ്ങനെയാണ് മാറുക എന്ന്. അന്നാ യുഹ്യീ ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹാ. അള്ളാഹ് തന്നെ എങ്ങനെയല്ലേ മനുഷ്യന്മാർ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്നല്ല ചോദിക്കുന്നത്. ഈ ഹാദിഹി എന്ന് പറഞ്ഞില്ലേ, തുടക്കത്തിലെ ഫേല് പറഞ്ഞ ശേഷം ഹാദിഹി എന്നാണ് പറഞ്ഞത്. ഈ ഗ്രാമം അല്ലെങ്കിൽ ഈ പട്ടണത്തെ എങ്ങനെയാണ് അതിൻ്റെ ഈ നാമാവശേഷമായ അവസ്ഥയിൽ നിന്ന് അള്ളാഹു തിരികെ കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം അറിയാൻ ആഗ്രഹിച്ചു. അതാണ് ഉണ്ടായത്. അപ്പോൾ അല്ലാഹു അമാതഹുല്ലാഹു മിഅത ആമിൻ. അപ്പോൾ 100 വർഷത്തേക്ക് അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു. ഈ മരിപ്പിക്കൽ എന്താണ്? ദുനിയാവിൽ അള്ളാഹു വന്നവരെ മരിപ്പിക്കും പിന്നെ ജീവിപ്പിക്കും എന്നുള്ള ആയത്തനുസരിച്ചല്ല, അതിനെതിരായി അള്ളാഹ് പ്രവർത്തിക്കില്ല ഒരിക്കലും. ഇവിടെ അള്ളാഹു അദ്ദേഹത്തെ കശ്ഫ് രൂപത്തിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ, ഒരു ദർശന രൂപത്തിൽ അള്ളാഹു അദ്ദേഹത്തെ 100 വർഷത്തെ മാറ്റം, 100 വർഷം കൊണ്ട് സംഭവിക്കാനുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. സുമ്മ ബഅസഹു, എന്നിട്ട് അദ്ദേഹത്തെ ഉണർത്തി, എണീപ്പിച്ചു. അല്ല ജീവിപ്പിച്ചു എന്ന അർത്ഥത്തിലല്ല. നമ്മൾ ദിവസവും ദുആ ചെയ്യാറുണ്ടല്ലോ, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ റസൂൽ തിരുമേനി പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ ബിഇസ്മിക അമൂതു വഅഹ്യ. അള്ളാഹുവെ നിന്റെ പേരിൽ ഞാൻ മരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു എന്ന്. അതുപോലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലുന്ന ദുആ എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അള്ളാഹുവിനാണ് സ്തുതി, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നു എന്ന്. ആ അമാത്ത മൗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
കൃത്യമായിട്ടുള്ള മരണമല്ല, മറിച്ച് ഉറക്കത്തിൽ ദർശനത്തിനൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പം ജനാസസ്കരിക്കുമ്പോൾ റസൂൽ തിരുമേനി പഠിപ്പിച്ചു എന്നൊരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫഅഹ്യി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ. അല്ലാഹു, നീ ഞങ്ങൾ ജീവനോടെ നിലനിർത്തുന്നവരെ ഇസ്ലാമിൽ നിലനിർത്തണമേ, ഞങ്ങളിന്ന് മരിപ്പിച്ചവരെ നീ ഈമാനോട് മരിപ്പിക്കണമേ എന്ന്. അവിടെ മരിപ്പിക്കുന്ന തവഫ എന്ന പദമാണ് റസൂൽ തിരുമേനി കൊണ്ടുവന്നത്. ഏറ്റവും ബലമായ ഒരു മനുഷ്യന്റെ റൂഹ് അള്ളാഹു ഖബദ് ചെയ്ത് മരിപ്പിക്കുന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊരു ഭാഗത്ത് അത് ചർച്ചാ വിഷയമല്ല. തവഫയെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ അള്ളാഹു അദ്ദേഹത്തിന് 100 വർഷത്തെ ഒരു സംഭവം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഉണർന്നു. ഇതിന് അദ്ദേഹം ചോദിച്ചു, എത്ര സമയം നീ ഈ അവസ്ഥയിൽ തുടർന്നു എന്ന്. കം ലബിസ്ത. അപ്പൊ അദ്ദേഹം പറയും, യോമൻ ഔ ബാദ യോം, ഒരു ദിവസമോ ദിവസത്തിന്റെ ഏതോ ഭാഗം മാത്രം, കുറച്ച് മണിക്കൂറുകൾ മാത്രം ഞാൻ ആ അവസ്ഥയിൽ. അതാണ് വാസ്തവമാണ്, അത്രയേ ഉള്ളൂ. കാരണം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം ഉണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി, ദർശനാവസ്ഥയിലായിരുന്നു. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു, ആ അവസ്ഥയിലേക്ക്, നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ അള്ളാഹ് പറയും, കെല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല, നീ തെറ്റാണ് പറയുന്നതെന്നല്ല പറഞ്ഞത്, ബൽ എന്നാണ് പറഞ്ഞത്. ബൽ ലബിസ്തമിഅത്താം, വാസ്തവത്തിൽ നീ 100 അവസ്ഥ അല്ലെങ്കിൽ പിന്നെ 100 വർഷത്തെ കാര്യമാണ്, 100 വർഷത്തെ ഒരു യാത്രയിലായിരുന്നു എന്ന നിലക്കാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ ആ അവസ്ഥ തുടർന്ന് 100 വർഷത്തെ സംഭവ വികാസങ്ങളോട് കൂടിയുള്ള ഒരു അവസ്ഥയായിരുന്നു എന്നാണ്. അല്ലാതെ താങ്കൾ പറഞ്ഞ തെറ്റാണ്, ആ രീതിയിലല്ല അള്ളാഹ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഇതൊരു സ്വപ്നമായ അല്ലെങ്കിൽ ദർശനമായിരുന്നു, എന്നിട്ട് അതിന് തെളിവാണ് പറയുന്നത്, ആമിക്ക വഷറാബിക്ക ലമേത്ത സന്നെ, നിന്റെ ഭക്ഷണവും നിന്റെ കുടിക്കാനുള്ള ഒക്കെ പാനീയമൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അതുപോലെ തന്നെ തുടരുന്നുണ്ട്. നിന്റെ കഴുതി അവിടെ തന്നെ ഉണ്ട്. എന്നാൽ നിനക്ക് ഈ സ്ഥലത്ത് സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അള്ളാഹു കശ്ഫ് രൂപത്തിൽ പറഞ്ഞു തരികയാണ് ചെയ്തത്. വാസ്തവത്തിൽ അത് തന്നെയാണ്. 100 വർഷത്തിന് ശേഷം ആ പ്രവചനം, ആ കാണിച്ചു കൊടുത്ത കശ്ഫ് ദർശനത്തിൽ കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായി. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അല്ലാതെ പിന്നെ എങ്ങനെയാണ് മരിച്ച ജീവിപ്പിക്കുക എന്നുള്ളതല്ല. അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ഒരു പ്രവാചകൻ അങ്ങനത്തെ വിശ്വാസമില്ലാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. പ്രവാചകന്മാർ മരിച്ചവർ ജീവിപ്പിക്കാൻ പറയുന്നതൊക്കെ തന്നെ ആത്മീയമായി മൃതരായി കിടക്കുന്നവരെ രണ്ടാമത് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി അസ്ഹാബെ കഹഫിൻ്റെ അടുത്തും അങ്ങനെ തന്നെ പറഞ്ഞത്. അവർ ഉറങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അവർ നിശ്ചലാവസ്ഥയിലായിരുന്നു തുടർന്നത്. അവർക്ക് പുറം ലോകം കാണാനോ മറ്റുള്ളവരുമായി ഇടപെടാനോ കഴിയാതെ 300 വർഷം അവർക്ക് കഴിയേണ്ടി വന്നു ആദ്യകാല പിന്നെ വിശ്വാസികൾക്ക്. പിന്നീട് 300 വർഷത്തിന് ശേഷം ഇസ്തംബൂള് പിന്നെ രാജാവ് ക്രിസ്തു മതം സ്വീകരിച്ച ശേഷമാണ് അവർ പുറത്തിറങ്ങിയതും പ്രവർത്തിക്കാൻ തുടങ്ങിയതും പുരോഗതി പ്രാപിച്ചതും ഒക്കെ. അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ ഇതിനൊക്കെ ഹർഫായ അർത്ഥം കൊടുത്തുകൊണ്ട് മറ്റുള്ള വാക്കുകളുമായി താരതമ്യപ്പെടുത്താതെ, വിശുദ്ധ ഖുർആനിലെ മറ്റായത്തുകളെ മനസ്സിലാക്കാതെ, ഖുർആനിലുള്ള ഭിന്നതകളെ കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത് കൊണ്ട് പറ്റുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ തന്നെ.